ആവർത്തനം അധ്യായം 9. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഇസ്രായേലേ, കേൾക്കുക. നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ ബഹുലവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള ജാതിയെയും ജയിക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നു. അവരുടെ മുമ്പാകെ നിൽക്കാകുന്നവനാർ എന്ന് നീ കേട്ടിരിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിയണം. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ ദൈവം നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയും, വേഗം നശിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എൻ്റെ നീതി നിമിത്തം ഈ ദേശം കൈവശപ്പെടുത്തുവാൻ ദൈവം എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. ആ ജാതിയുടെ തിന്മ നിമിത്തമാണ് ദൈവം അവരെ നിന്റെ മുന്നിൽ നിന്ന് നീക്കിക്കളയുന്നത്. അവരുടെ ദേശം കീഴ്പ്പെടുത്തുവാൻ ചെല്ലുന്നത് നിന്റെ നീതി മൂലമോ നിന്റെ ഹൃദയപരമാർത്ഥത മൂലമോ അല്ല, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് ദൈവം സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനും അത്രേ നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയരുത്. ആകയാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തം അല്ലെന്നറിഞ്ഞുകൊള്ളണം. നീ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. നീ മരുഭൂമിയിൽ വച്ച് നിന്റെ ദൈവമായ കർത്താവിനെ കോപിപ്പിച്ചെന്നതു ഓർക്കുക, മറന്നു കളയരുത്. മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ ദൈവത്തോട് മത്സരിച്ചു. ഹോരേബിലും നിങ്ങൾ ദൈവത്തെ കോപിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നശിപ്പിക്കത്തക്കവണ്ണം നിങ്ങളോട് കോപിച്ചു. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമത്തിൻ്റെ പലകകളായ കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലക കർത്താവ് എൻ്റെ കൈവശം തന്നു. മഹായോഗമുണ്ടായിരുന്ന നാളിൽ ദൈവം പർവ്വതത്തിൽ വച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു. 40 രാവും 40 പകലും കഴിഞ്ഞപ്പോഴായിരുന്നു ദൈവം എൻ്റെ കൈവശം നിയമത്തിൻ്റെ പലകകളായ ആ 2 കൽപ്പലക തന്നത്. അപ്പോൾ താൻ എന്നോട്, നീ എഴുന്നേറ്റ് വേഗം ഇവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലുക. നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ അശുദ്ധമാക്കി ഞാൻ അവരോട് കൽപ്പിച്ച മാർഗം വേഗം വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഞാൻ ഈ ജനത്തെ ദുശ്ശാഠ്യമുള്ള ജനം എന്ന് കാണുന്നു. എന്നെ വിടുക, ഞാൻ അവരെ നശിപ്പിച്ച് അവരുടെ പേര് ആകാശത്തെ കീഴിൽ നിന്ന് മായിച്ചു കളയും. നിന്നെ അവരെക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതിയാക്കും എന്ന് ദൈവം എന്നോട് അരുളി ചെയ്തു. അങ്ങനെ ഞാൻ പർവ്വതത്തിൽ നിന്നിറങ്ങി. പർവ്വതം തീ ആളിക്കത്തുകയായിരുന്നു. നിയമത്തിൻ്റെ പലക 2 എൻ്റെ 2 കയ്യിലുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പാപം ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. കർത്താവ് നിങ്ങളോട്
കൽപ്പിച്ച മാർഗം വേഗം വിട്ടുമാറിയിരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പലക രണ്ടും എൻ്റെ രണ്ട് കൈയിൽ നിന്നും നിങ്ങൾ കാണുകെ എറിഞ്ഞുടച്ചു കളഞ്ഞു. പിന്നെ ദൈവത്തെ കോപിപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ ദൈവസന്നിധിയിൽ മുമ്പേ പോലെ 40 രാവും 40 പകലും വീണു കിടന്നു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ദൈവം നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു. എന്നാൽ ദൈവം ആ പ്രാവശ്യവും എൻ്റെ യാചന കേട്ടു. അഹറോനെ നശിപ്പിക്കുമാറ് അവൻ്റെ നേരെയും ദൈവം വളരെ കോപിച്ചു. എന്നാൽ ഞാൻ അന്ന് അഹറോന് വേണ്ടിയും പ്രാർത്ഥിച്ചു. നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാപമായ കാളക്കുട്ടിയെ ഞാൻ എടുത്ത് തീയിലിട്ടു ചുട്ടു നന്നായി അരച്ചു നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഒഴുകുന്ന തോട്ടിലിട്ട് തബേരയിലും മസയിലും കിബ്രോത്ത് ഹത്താവയിലും വച്ച് നിങ്ങൾ കർത്താവിനെ കോപിപ്പിച്ചു. നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുവിൻ എന്ന് കൽപ്പിച്ചു. ദൈവം നിങ്ങളെ റിമാക്കിൽ നിന്ന് അയച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയോട് മത്സരിച്ചു. അവനെ വിശ്വസിച്ചില്ല, അവൻ്റെ വാക്ക് അനുസരിച്ചുമില്ല. ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ദൈവത്തോട് മത്സരികളായിരിക്കുന്നു. ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ 40 രാവും 40 പകലും വീണു കിടന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്തു ബലമുള്ള കയ്യാൽ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ ദാസന്മാരെ ഓർക്കണമേ. താൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിക്കുവാൻ തനിക്ക് കഴിയായികയാലും അവൻ അവരെ വെറുത്തത് മൂലവും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് നീ ഞങ്ങളെ സ്വതന്ത്രരായി കൊണ്ടുപോന്ന ദേശവാസികൾ പറയാതിരിപ്പാൻ ഈ ജനത്തിൻ്റെ ഷാഠ്യതയും അവരുടെ അകൃത്യവും പാപവും നോക്കരുതേ. അവർ നിന്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആണല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.